ഞാനൊന്ന് ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ട് കണ്ടത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൗണ്ടറാണെങ്കിൽ ആലപ്പുഴയിലെ കൗണ്ടർ അടച്ചു എന്നാണ് കേൾക്കുന്നത്. നമുക്ക് ശരത്തിനോട് ചോദിക്കാം. ശരത്ത്, ഗുഡ് ഈവനിങ്. കോഴിക്കോട്ടെ കൗണ്ടറിൽ ഇപ്പോഴും ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. മാനുവലായുള്ള സംവിധാനം, ഈ റിസർവേഷൻ കൗണ്ടർ അവിടെ തന്നെ തുടരണമെന്നാണ് അവർ പറയുന്നത്. ആലപ്പുഴയിലെ അവസ്ഥ എന്താണ്? കൗണ്ടർ ഇപ്പോൾ തന്നെ പൂട്ടിക്കഴിഞ്ഞോ? സുജയ, ഗുഡ് ഈവനിംഗ്. 2 ആഴ്ച മുമ്പ് തന്നെ ആലപ്പുഴയിൽ ഈ റിസർവേഷൻ കൗണ്ടർ പൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് മദ്യവേനൽ അവധി ഉൾപ്പെടെ വരുന്നു. വീടുകളിലേക്കും മറ്റും പോകാനൊക്കെ തന്നെ ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇവിടെ വന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തും ഒരു പ്രതിസന്ധി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, ബസ് യാത്രയാണ് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത്. ട്രെയിൻ സർവീസ് ജില്ലയിൽ വളരെ കുറവാണ്. കോട്ടയം വഴിയാണ് മിക്കവാറും പ്രധാനപ്പെട്ട ട്രെയിനുകളൊക്കെ തന്നെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ബസ് സർവീസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി അല്ലെങ്കിൽ ഒരു ആശ്രയമായി ജനങ്ങളൊക്കെ തന്നെ കാണുന്നത്. പക്ഷേ ഇത്തരം പ്രതിസന്ധി വരുന്ന സമയത്ത് അവർ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് ഇതിനകം തന്നെയുണ്ട്. പ്രായമായവർക്ക് തന്നെ ഏത് രീതിയിലാണ് ഇങ്ങനെ നാടുകളിലേക്കും മറ്റും ഈ സമയത്ത് പോകേണ്ടത് എന്ന് പോലും അറിയാതെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അങ്ങനെ ഈ ബുദ്ധിമുട്ട് ഒട്ടുമിക്ക ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടേക്ക് ബുക്ക് ചെയ്തിട്ടാണ് ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഈ റിസർവേഷൻ ആയിട്ടുള്ള ആളുകൾ ഇവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് 2 ആഴ്ച മുൻപ് തന്നെ ഇത് പൂട്ടിയത് കൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ എന്തായാലും ഈ റിസർവേഷനായി ഇവിടെ ആലപ്പുഴ KSRTC പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഫോണിൽ ബുക്ക് ചെയ്തോളാം, ഓൺലൈൻ കൗണ്ടർ ഷുഡ് ബി ക്ലോസ്ഡ് എന്ന് പറയുന്നവരുണ്ട്. സ്പേസും മാൻ പവറും ഒക്കെ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം വരുന്നത്. അപ്പോഴും ഈ മുതിർന്ന പൗരന്മാർ അവർക്ക് ഇതാണ് സൗകര്യമെന്ന് അവർ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം അക്ഷയ സെന്ററിൽ പോയി ക്യൂ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് സന്ദീപ് രാജാക്കാടിലേക്ക് പോകാം. സന്ദീപ് രാജാക്കാട്, ഗുഡ് ഈവനിംഗ്. അക്ഷയ സെന്റർ വഴി പോയി ബുക്ക് ചെയ്യാം എന്നതാണ് ഇപ്പോൾ ഈ റിസർവേഷൻ കൗണ്ടറുകളെ ആശ്രയിക്കുന്ന ആളുകളോട് മന്ത്രി പറയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ്? മൂന്നാർ അടക്കമുള്ള ഇടങ്ങളിൽ കൗണ്ടർ ഇതിനകം തന്നെ പൂട്ടിയില്ലേ? ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ അടിമാലിയിലും മൂന്നാറിലുമൊക്കെ ഉണ്ടായിരുന്ന കൗണ്ടറുകൾ ഇപ്പോൾ തന്നെ പൂട്ടിയിരിക്കുന്നു. മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ റിസർവേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. ആ കൗണ്ടർ ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ഒരു മേഖലയെന്ന് പറയുന്നത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബുക്കിങ്ങിനായി എത്തിയിരുന്ന ഒരു മേഖല കൂടിയാണ്. അത് പൂട്ടുന്നതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധി വിനോദസഞ്ചാരികൾക്കടക്കം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റൊന്ന്, അക്ഷയ സെന്ററുകളിൽ വഴിയിലെ പോകുക എന്നുള്ളത് അതൊരു തികച്ചും പൂർണ്ണമായും പ്രായോഗികമായി ഈ ഒരു മേഖലയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെയൊക്കെ മറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും അക്ഷയ സെന്ററുകൾ വളരെ തിരക്കുള്ള മേഖലയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഈ അക്ഷയ സെന്ററുകളെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ അക്ഷയ സെന്ററുകളിലൂടെ ഈ ഒരു ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതോടെ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് നമുക്ക് ഒരിക്കലും കരുതുവാൻ കഴിയില്ല. അതുതന്നെയാണ് ഇവിടെയുള്ള ആളുകളടക്കം പറയുന്നതും. കാരണം അതിന് പിന്നിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്ന മൂന്നാറും അടിമാലി അടക്കമുള്ള ഉൾഗ്രാമ പ്രദേശങ്ങളിലൂടെയൊക്കെ പോയി ഇന്ന് വലിയ ദൂര യാത്രകൾ നടത്തുന്ന ആളുകളുണ്ട്. തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ, കണ്ണൂർ അടക്കമുള്ള മേഖലകളിലേക്ക് ഇവിടുന്ന് ബസ്സുകൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം ഇവിടെ നിന്നുള്ള ആളുകൾക്കും ഒപ്പം തന്നെ ആ മേഖലകളിൽ നിന്ന് ഇവിടെ ബസ്സിന് വന്ന് താമസിക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഒരു കൗണ്ടർ പൂട്ടിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെയും പറയുന്ന ഒരു കാര്യം, ഇത് പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം മൂന്നാറിലടക്കം 500 ബുക്കിങ്ങുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ കൗണ്ടർ പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വരുന്ന ആളുകൾ അവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തുക, ഒപ്പം തന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങൾ ഇവിടെ നിന്ന് വളരെ ദൂരെ മാറിയിട്ടാണ്. ഇപ്പോൾ പഴയ മൂന്നാറിലാണ് KSRTC സ്റ്റാൻഡ് ഉള്ളത്. അപ്പുറത്തെ മൂന്നാറിലേക്ക് എത്തിയാൽ മാത്രമാണ് ഈ അക്ഷയ സെന്ററുകളിലേക്ക് അടക്കം എത്താൻ കഴിയുക. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു മേഖലയിൽ നേരിടും. ഒപ്പം തന്നെ KSRTC മറ്റു പല സർവീസുകളുമൊക്കെ ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വളരെ ലാഭകരമായ ഒരു രീതിയിലേക്ക് മൂന്നാർ അടക്കമുള്ള ഡിപ്പോകൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു നടപടി, ഈ റിസർവേഷൻ കൗണ്ടറുകൾ പൂട്ടുന്നതിലൂടെ അത് ഓൺലൈൻ റിസർവേഷൻ അവസാനിപ്പിക്കുകയാണ്. ഓൺലൈൻ റിസർവേഷൻ കൗണ്ടറുകൾ പൂട്ടുകയാണ്. ഇനി ഫോണിലൂടെ, ആപ്പിലൂടെ, അക്ഷയ കേന്ദ്രങ്ങളിലൂടെയൊക്കെ ടിക്കറ്റ് റിസർവ് ചെയ്യാം. അതാണ് പുതിയ മാറ്റമായി വരാൻ പോകുന്നത്.